അൽനാമ മെഡിക്കൽ സെന്റർ ഒമാനിയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബദറൽ സമ, മാൾസ് ഹൈപ്പർ മാർക്കറ്റ്, ഏഷ്യ എക്സ്പ്രസ് എക്സ്ചേഞ്ച്, ക്യൂൻസ് റെസ്റ്റോറൻറ്റ്, ഒമാൻ ഓറിയന്റ് ട്രാവൽ ആൻഡ് ടൂർസ് ആൻഡ് ഗൾഫ് മാധ്യമം. മാന്യ പ്രേക്ഷകർക്ക് ഒമാനിയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് ഒമാനിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിക്കറ്റ് ടീമിനെ ഇന്ന് ആദ്യം പരിചയപ്പെടാം. ഇത് ഫ്രണ്ട്സ് ക്രിക്കറ്റ് ക്ലബ് 2008 ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ തുടങ്ങി 2012 ഒമാൻ ക്രിക്കറ്റ് ലീഗിൽ അംഗത്വം നേടി. 2012 മുതൽ ഒമാനിലെ ക്ലബ് ക്രിക്കറ്റ് രംഗത്തെ അതികായന്മാരാണ് ഫ്രണ്ട്സ് ക്രിക്കറ്റ് ക്ലബ്ബ്. നിലവിൽ എ ഡിവിഷനിൽ കളിക്കുന്ന ക്ലബിന് കഴിഞ്ഞ വർഷം മുതൽ 3 ടീമുകളിലായി 60 അംഗങ്ങളുണ്ട്. ഒമാൻ ക്രിക്കറ്റിൽ തങ്ങളുടേതായ സംഭാവന ചെയ്യുക എന്നതും കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് ക്ലബിൻ്റെ പരമപ്രധാന ലക്ഷ്യം. 2011-12 കാലവർഷത്തിലാണ് ഫ്രണ്ട്സ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന പേരിൽ ഞങ്ങൾ ഈ കാണുന്ന സുഹൃത്തുക്കളാണ് ഫസ്റ്റ് ടീമിൻ്റെ ഭാഗമായി ഒരു ടീം എന്ന ആശയം കൊണ്ടുവന്നത്. ഫ്രണ്ട്സ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന ടീം രൂപകൽപ്പിക്കുകയും ചെയ്തത്. ആ ഇയറിൽ തന്നെ ജി ഡിവിഷനിലാണ് നമ്മൾ ലീഗ്, ഒമാൻ ക്രിക്കറ്റിൻ്റെ ലീഗ് കളിച്ചത്. നെക്സ്റ്റ് ഇയർ നമ്മളത് ഡി ഡിവിഷനിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. പിന്നീട് വന്ന 2 വർഷത്തും നമ്മൾ ബി ഡിവിഷനും ലാസ്റ്റ് ഈ ഇയറിൽ ഇപ്പോൾ കളിക്കുന്നത് എ ഡിവിഷനിലാണ്. ഈ ഒമാൻ ടീമുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും താഴ്ന്ന ഡിവിഷനിൽ നിന്ന് കളിച്ച് 3 വർഷം കൊണ്ട് എ ഡിവിഷൻ വരെ കളിക്കാൻ പറ്റിയ ഒരു ടീമായി മാറാൻ പറ്റി. അതാണ് വലിയൊരു അച്ചീവ്മെൻറ്റ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ സി ഡിവിഷനിൽ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. അതും നമ്മളുടെ ടീമിൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. നമ്മളുടെ ടീമിൻ്റെ മെയിനായിട്ട് കാര്യങ്ങൾ എല്ലാ മാനേജ്മെൻ്റ് തരത്തിലായാലും അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ആയാലും നല്ലൊരു ലീഡർഷിപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റർ നൗഫലാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ടീമിൻ്റെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു വെരി ഡിസിപ്ലിൻ ഗെയിമാണ്. ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ്റെ ഡിസിപ്ലിനും പങ്ക്ച്വാലിറ്റി എവറിത്തിങ് എല്ലാം ഒരു നല്ല രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് നൗഫലിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ടീമിന് ഇത്രയും ഉയർച്ചയും നേടാൻ സാധിച്ചത്. ക്രിക്കറ്റ് വിത്തൗട്ട് ബൗണ്ടറീസ് എന്ന വാക്കിനെ അർത്ഥവത്താക്കുന്ന വിധം 4 ഒമാനി താരങ്ങൾക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലെ കളിക്കാരും ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മികച്ച കളിക്കാരും ക്ലബിൻ്റെ മുതൽക്കൂട്ടാണ്. ബാങ്കോക്കിൽ വെച്ച് നടന്ന അണ്ടർ 19 മത്സരത്തിൽ പങ്കെടുത്തു ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച ഒമാനി നാഷണൽ ടീം അംഗം വസീം മുഹമ്മദ് അൽ ബലൂഷി ക്ലബിൻ്റെ മികച്ച കളിക്കാരനാണ് എന്നത് അഭിമാനാർഹമായ നേട്ടമാണ്. ഒമാൻ ക്രിക്കറ്റ് ലീഗിൽ സി, ഡി, ജി ഡിവിഷൻ മത്സരങ്ങളിൽ റണ്ണേഴ്സപ്പ് നേടാൻ ഇക്കാലയളവിൽ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. FCC ആദ്യമായി തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. വെബ്സൈറ്റെല്ലാം കണ്ട് ഒരുപാട് പ്ലെയേഴ്സ് വന്നതിന് ശേഷം നമ്മൾ ഒരു ടീം എന്നുള്ളത് 3 ടീമുകൾ ഡെവലപ്പ് ചെയ്യുകയും കഴിഞ്ഞ 2 വർഷങ്ങളായി 3 ടീമുകൾ പല ഡിവിഷനുകളായി കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ വർഷത്തെ മെയിൻ സ്പോൺസറായിരിക്കുന്നത് ഒമാനിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നെറ്റ്വർക്ക് പ്രൊവൈഡറായ ഓറിഡോയാണ്. ഓറിഡോയുടെ കൂടെ തന്നെ ഞങ്ങളെ സ്പോൺസർ ആക്സിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസും പിന്നീട് ഞങ്ങൾ കോ സ്പോൺസേഴ്സായി ലിനൻ ക്ലബ് ഒമാൻ, അങ്ങനെ ജിമാപ്പ് ഒമാൻ, അങ്ങനെ 1-2 ടീം നല്ലവരായ സ്പോൺസേഴ്സിൻ്റെ സഹായത്തോടെ ഞങ്ങൾ കളിക്കുന്നത്. ഒരു വർഷം സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന പണച്ചിലവുകളെല്ലാം അവർ തന്നെ സഹിക്കുന്നത്. അതുകൂടാതെ ഓരിഡോ ക്ലബിൻ്റെ കീഴിൽ ഞങ്ങൾ FCC ക്ലബിൻ്റെ കീഴിൽ ഞങ്ങൾ കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് ഇതെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ വർഷത്തെ അജണ്ടയിലുള്ള മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം ഇവിടുത്തെ ഒമാനിലെ ക്രിക്കറ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഒരു ചെറിയ ട്രെയിനിങ് സെഷൻ, ഒരു ക്രിക്കറ്റ് ക്വിസ് ഇതെല്ലാം ഞങ്ങൾ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. It's a great partnership what we have with the FCC Cricket Club here in Oman.
We've been performing in the last year. This year again, I'm sure we'll be in the top 2 for sure. Thank you. നമ്മുടെ ഇനി അടുത്ത ടീമിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് പ്രീമിയർ ഡിവിഷനിൽ നമ്മളെ ടീമിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പ്ലെയറിനെങ്കിലും ദേശീയ ടീമിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്ലെയേഴ്സും. 2012 PDO കോർപ്പറേറ്റ് ടൂർണമെൻറ്റ്, 2014 പൊന്മൻചി ടൂർണമെൻറ്റ് എന്നിവയിൽ വിന്നേഴ്സ് നേടാൻ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. 2015 രാജ്യാന്തര പര്യടനം എന്ന നിലയിൽ UAE ടൂർ നടത്തിയിട്ടുണ്ട്. സമീപ ഭാവിയിൽ തന്നെ പ്രീമിയർ ഡിവിഷനിൽ കളിക്കാൻ യോഗ്യത നേടുക എന്നതാണ് ഇപ്പോൾ ക്ലബിൻ്റെ ലക്ഷ്യം. സൗത്ത് ആഫ്രിക്ക അണ്ടർ-19 ദേശീയ താരമായിരുന്ന ഗുസ്തവ് ബർഗറാണ് ടീമിൻ്റെ ഇപ്പോഴത്തെ പരിശീലകൻ. വരുന്ന സീസണിൽ രാജ്യാന്തര പര്യടനങ്ങൾ നടത്താനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താനും ക്ലബ്ബ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. I can wait to hold you close by. I can see the world in your hands, see you growing all the way. You are the sun in my eyes, grow all the way. Na 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 na, grow all the way. Na 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 na, your world is in our hands. Na 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 na, your world is in our hands. Care is divine. We promote it with a heart. Badr Al Suma Group of Hospitals. Modern healthcare, human care. Money transfer, direct and third-party transfers to bank accounts. Instant money transfer to your loved ones. Foreign exchange, buying and selling of all major currencies. Fast, Secure, reliable, competitive exchange rates, best value for your money. fastest growing exchange house in Oman with worldwide network. Asia Express Exchange, your remittance partner. സംസ്കാരങ്ങളുടെ സംഗമം, രുചിഭേദങ്ങളുടെ സമന്വയം. ചൈനീസ്, ഇന്ത്യൻ, ടർക്കിഷ്, അറബിക് വിഭവങ്ങളുടെ വൈവിധ്യസമ്പൂർണമായ കലവറ. 14 വർഷം പിന്നിട്ട പാചക നൈപുണ്യത്തിന്റെ ഇതിഹാസം. ക്വീൻസ് റെസ്റ്റോറന്റ്, അൽക്വയർ, മസ്കറ്റ്. പോയ വാരത്തിലെ വാർത്തകളും വിശേഷങ്ങളുമായി ദ വീക്ക് ഓഫ് ഒമാൻ. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കൊടുങ്കാറ്റായി മാറിയതിനെ തുടർന്ന് പോയ വാരം സലാല അടക്കം ദോഫാറിൻ്റെ വിവിധ ഗവർണറേറ്റിൽ ജനങ്ങൾ പരിഭ്രാന്തരായി. ചപാല എന്ന് പേരിട്ട ചുഴലിക്കാറ്റ് ഒമാൻ തീരത്തേക്ക് നീങ്ങുന്നതായി ഒമാൻ കാലാവസ്ഥ നിരീക്ഷണ വിഭാഗവും ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള കാലാവസ്ഥ നിരീക്ഷണ ഏജൻസിയും സ്ഥിരീകരിച്ചതോടെ നിരവധി സൈനിക യൂണിറ്റുകൾ സലാലയിലേക്ക് തിരിച്ചു. ദുരന്തം നേരിടാനും അപകടങ്ങൾ ഒഴിവാക്കാനും റോയൽ ഒമാൻ പോലീസും സൈനിക വാഹനങ്ങളും ഹെലികോപ്റ്ററുകളും സലാലയിലെത്തി. ദോഫാർ പ്രവിശ്യയിലെ 23 സ്കൂളുകൾ അഭയകേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ സലാല തീരത്ത് ഭീഷണി മുഴക്കിയ ചപ്പല യമൻ ഭാഗത്തേക്ക് നീങ്ങിയതോടെ സലാല ഭീതിമുക്തമായി. വടക്കൻ യമനിൽ നാശം വിതച്ച കാറ്റ് ഇതുവരെ 4 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചവരെ നിരീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു. പാസ്പോർട്ട് സൂക്ഷിക്കേണ്ടത് തൊഴിലാളികളാണെന്നും തൊഴിലുടമകൾ അല്ലെന്നും മാനവവിഭവശേഷി മന്ത്രാലയം. സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടും വിദേശ തൊഴിലാളികളുടെ പാസ്പോർട്ട് തൊഴിലുടമകൾ സൂക്ഷിക്കുന്നതായുള്ള പരാതികൾ വീണ്ടും ലഭിക്കുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി. ഇനിയും ഇത് പാലിക്കാത്ത തൊഴിലുടമകൾക്കെതിരെ കർശന നിയമ നടപടിക്ക് വിധേയമാക്കുമെന്ന് മാനവവിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിലെ ലൂലു ഹൈപ്പർ മാർക്കറ്റുകളിൽ അമേരിക്കൻ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിപണനമേള ആരംഭിച്ചു. ഡിസ്കവർ അമേരിക്ക എന്ന പേരിലുള്ള പ്രദർശനം മസ്കറ്റിലെ ബോഷർ ലൂലുവിൽ ഒമാനിലെ അമേരിക്കൻ അംബാസിഡർ ഗ്രേറ്റ സി ഹോളിറ്റ്സ് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥരും ലൂലു ഗ്രൂപ്പ് അധികൃതരും ചടങ്ങിൽ പങ്കെടുത്തു.
അമേരിക്കയിലെ മികച്ച ഉൽപ്പന്നങ്ങൾ ഒമാനിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ എംബസിയുമായി സഹകരിച്ചാണ് ലുലു വിപണനമേള സംഘടിപ്പിച്ചത്. ഇതാദ്യമായാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക പ്രദർശനമൊരുക്കുന്നത്. And Lulu's senior executive leadership for hosting the Discover America Week. Is it a week, right? Yes. We are very proud of the U.S. products that are on display and on sale here in Lulu's. Over 2,000 U.S. products are sold. They are fresh, they are high quality. The fact that we can import and sell so many U.S. products in Oman is testament to the strong ties we have between Oman and the U.S., both commercially and culturally. As our director said, a lot of Omanis have studied in the States, and when they come back, they like to eat the same things they ate when they were college students. I shop here and I buy American products all the time, and I thank you guys very much for helping us discover America. Thank you. Thank you. ആഭരണ വിൽപ്പന രംഗത്തെ പ്രമുഖരായ ജോയി ആലുക്കാസിന്റെ പുതിയ ഷോറൂം ബോഷർ അവന്യൂസ് മാളിൽ പ്രവർത്തനമാരംഭിച്ചു. ഇന്ത്യൻ സ്ഥാനപതി ഇന്ദ്രമണി പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ ജോയി ആലുക്കാസ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. GCCയിലും ഇന്ത്യയിലുമായി 12 പുതിയ ഷോറൂമുകൾ കൂടി തുറക്കുമെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. പുതിയ സാങ്കേതിക വിദ്യയുമായി മസ്കറ്റിലെ സിനിമാ പ്രേമികൾക്കായി സിറ്റി സിനിമയുടെ പുതിയ സിനിമാ കോംപ്ലക്സ് മസ്കറ്റിലെ ബോഷർ പനോരമ മാളിൽ പ്രവർത്തനമാരംഭിച്ചു. ദൃശ്യ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ MX4D മോഷൻ FX എക്സ്പീരിയൻസ് എന്ന സാങ്കേതിക വിദ്യയുമായാണ് എത്തിയിരിക്കുന്നത്. ഒരു സിനിമ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളായാണ് തിയേറ്ററിൽ ക്രമീകരിച്ചിരിക്കുന്നത്. മഴ, കാറ്റ്, തീയ് റിയലായി അനുഭവിച്ചറിയാം ഈ തിയേറ്ററിൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയും. ഒമാനിൽ ആദ്യമായാണ് MX4D മോഷൻ സിനിമാ തിയേറ്റർ ആരംഭിച്ചിരിക്കുന്നത്. പനോരമ മാളിൽ നടന്ന ചടങ്ങിൽ മാധ്യമപ്രവർത്തകർക്കായി സ്പെഷ്യൽ ഷോയും ഒരുക്കിയിരുന്നു. Come on, do these seats really get you into the movie? Oh yeah, you can't get this at home. അസൈബയിലെ ഇന്ത്യൻ ഡിലൈറ്റ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഇനി പ്രശസ്ത ഇന്ത്യൻ ഷെഫ് പങ്കജ് ബദോരിയുടെ കയ്യൊപ്പ് പതിഞ്ഞ രുചിക്കൂട്ട് ലഭിക്കും. പുതിയ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ മെനു റെസ്റ്റോറൻറ്റിൽ നടന്ന ചടങ്ങിൽ പുറത്തിറക്കി. 2010 ആദ്യ മാസ്റ്റർ ഷെഫ് ഇന്ത്യ മത്സരത്തിലെ വിജയിയാണ് പങ്കജ് ബദോരിയ. പരമ്പരാഗത ഇന്ത്യൻ രുചികൾ പകർന്നു നൽകുന്ന റെസ്റ്റോറൻറ്റിലെ ഭക്ഷണങ്ങളിൽ സവിശേഷ സ്ഥാനമാണ് ഈ രുചിക്കൂട്ടുകൾക്ക് ഉണ്ടാവുകയെന്ന് മാനേജിംഗ് പാർട്ണർ ശങ്കരനാരായണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യാത്രാ സേവന രംഗത്ത് ഒരു പുത്തൻ ചുവടുവെപ്പുമായി ഒമാൻ ഓറിയന്റ് ട്രാവൽ ആൻഡ് ടൂർസ്. ലോകത്തെവിടേക്കുമുള്ള വിവിധ ടൂറിസം പാക്കേജുകൾക്കായി 24 മണിക്കൂറും സേവനം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒമാൻ സന്ദർശനത്തിനുള്ള പ്രത്യേക പാക്കേജ്. മസ്കറ്റിൽ മികച്ച സേവന പാരമ്പര്യവുമായി ഒമാൻ ഓറിയന്റ് ട്രാവൽ ആൻഡ് ടൂർസ്, CBD ഏരിയ, റുവി, സുൽത്താനേറ്റ് ഓഫ് ഒമാൻ. ഒമാൻ ഓറിയന്റ് ട്രാവൽസ് സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ അതിൻ്റെ ഒരു നൂതന കാൽവെപ്പായിട്ട് skyoman.com എന്ന ഒരു വെബ്സൈറ്റ് ഓൺലൈൻ ടിക്കറ്റിംഗ് പോർട്ടൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിൽ വളരെ സ്പെഷ്യൽ റേറ്റിൽ ആൾക്കാർക്ക് ടിക്കറ്റ് ഓൺലൈനായി പോയി പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. 4 ഈസി സ്റ്റെപ്സിൽ പോയി ടിക്കറ്റ് സെർച്ച് ചെയ്ത് അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വഴി അടച്ച് അപ്പോൾ തന്നെ അവരുടെ വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ളൊരു അവസരം ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്.
ഇതിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോവസ്റ്റ് ഫെയറിൽ സർവീസ് ചാർജ് ഇല്ലാതെ ടിക്കറ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഓഫ് സീസണിലെയോ പീക്ക് സീസണിലെയോ ഏത് ടിക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് 9 എയർലൈൻ്റെ ഓപ്ഷൻ അറ്റ് എ ടൈം കിട്ടും. അതിൽ നിന്ന് ലോവസ്റ്റ് ഫെയർ സെലക്ട് ചെയ്തിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് പേ അറ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് അതേ ബുക്കിങ്ങിൽ നെക്സ്റ്റ് ഡേ വന്ന് ടിക്കറ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു അവസരമുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും skyoman.com സന്ദർശിക്കുവാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. Freshness all around, there's a whole lot of love, smiling faces, there's a whole lot of joy. Feel the difference, magic in the air. Feel the difference, children having fun. Moments are beautiful. Mars Hypermarkets and Shopping Center, south of Oman. Feel the difference. ലോകം മാറിയാലും രാജ്യമേതായാലും ഏത് സമൂഹത്തിൽ ജീവിച്ചാലും നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റിയേ മതിയാകും. നിങ്ങളുടെ ആവശ്യം താമസിക്കാൻ ഒരിടമാകാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാകാം, വാഹനം വാങ്ങുകയോ വിൽക്കുകയോ, ആവശ്യങ്ങൾ എന്തുമാകട്ടെ, എന്തിനും ഏതിനും. Gulf Madhimam Classifieds. Gulf Madhimam, number 1 in the Middle East. നമസ്കാരം. മാർസ് ഹൈപ്പർ മാർക്കറ്റ് ചാറ്റ് ആൻഡ് വിനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും വാദിക്കബീറിലുള്ള മാർസ് ഹൈപ്പർ മാർക്കറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. മാർസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുതിയ ഓഫേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ വിശേഷങ്ങളാണ് മാർസിൽ പുതിയതായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് അറിയാം. കൂട്ടത്തിൽ ഞാൻ ഇന്ന് ചാറ്റ് ആൻഡ് വിനിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചോദിക്കാം, എൻ്റെ ക്വസ്റ്റ്യൻ ആരെങ്കിലൊക്കെ ആൻസർ പറയൂ, നമ്മുടെ മാർസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ആരൊക്കെയാണ് വാങ്ങിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം മാർസ് ഹൈപ്പർ മാർക്കറ്റ് ചാറ്റ് ആൻഡ് വിൻ. Mars Hypermarket Barka, Oman. എൻ്റെ പേരെന്താ? അർണവ്. അർജുൻ. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ സുബേറിൻ്റെ ഡിവിഷൻ ബിസിനസ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൽ വർക്കിംഗ് ആണോ ഹൗസ് വൈഫ്? വർക്കിംഗ് ആണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, മിനിസ്റ്റർ റേഡിയോഗ്രാഫർ. നാട്ടിലെവിടെ സ്ഥലം? പാലക്കാട്, ചെർപ്പളശ്ശേരി, തിരുവഴിയോട്. മസ്കറ്റിൽ എത്ര നാളെ? 8 years. ഞാൻ 8 years ആയി. ഹസ്ബൻഡ് ഒരു 12 years. 10 years ആയി. മാർസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാർസിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എന്താണ്? മാർസിൽ ഞങ്ങൾ ഇവിടെ അടുത്താണ്, അപ്പോൾ ഞങ്ങൾ റെഗുലറായിട്ട് വരുന്ന ആൾക്കാരാണ്. കുഴപ്പമില്ല. പ്രൈസ് വൈസും മെയിനായിട്ട് വെജിറ്റബിൾസൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ്. മറ്റേ ലുലിനെയൊക്കെ അപേക്ഷിച്ച് ഞങ്ങളങ്ങനെ പറയുന്നത്. പിന്നെ അടുത്താണ്, നല്ല ഇതുണ്ട്. അതെ, പ്രൈസ് വൈസൊക്കെ ഓക്കെയാണ്. എന്താണ് മക്കൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ തന്നെ? അങ്ങനെയൊന്നുമില്ല. പ്രൈസ് ക്വാളിറ്റി നോക്കും. ബെസ്റ്റ് ക്വാളിറ്റി എവിടെയാ വെച്ചാൽ അവിടെ നിന്ന് നോക്കും. ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഞങ്ങൾ കൂടുതലും വാങ്ങിക്കുന്നത് വെജിറ്റബിൾ സെക്ഷനിൽ നിന്നാണ് കൂടുതൽ. ഓഫേഴ്സ് ഒക്കെ നോക്കി വന്നിട്ടൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ടോ? അങ്ങനെയില്ല, വരുന്ന സമയത്ത് ഓഫേഴ്സിൻ്റെ അപ്പം വാങ്ങാത്തോ, അല്ലാതെ ഓഫേഴ്സ് നോക്കി വന്നത്. അങ്ങനെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. പാട്ടൊക്കെ പാടുമോ? അപ്പം ഇന്നൊരു ക്വസ്റ്റ്യൻ ആണ് മാർസ് ഹൈപ്പർ മാർക്കറ്റ് ചാറ്റ് ആൻഡ് വിനിൽ. ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വലത് കൈ കൊണ്ട് തൊടാം, എന്നാൽ ഇടത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. എന്താണ്? ഇടത് കൈ തന്നെയായിരിക്കും. ഇടത് കൈ കൊണ്ട് ഇടത് കൈയുടെ ബാക്കോ? ആൻസറാണ്. കൺഗ്രാജുലേഷൻസ്. Mars Hypermarket Barka, Oman. പേരെന്താണ്? ശുഭ. റാം. ഭരത്. മുൻ്റെ പേരെന്താ? ശരത് ഭരത്. നല്ല മാച്ച് ആയിട്ടുള്ള പേര്. നാട്ടിലെവിടെ? നാട്ടിൽ പാലക്കാട്. എവിടെ വർക്ക് ചെയ്യുന്നത്? സൗത്ത് ബോൺ. ഇവിടെ വാദിക്കബീർ തന്നെയാണ്. ആ, വാദിക്കബീർ. എന്താണ് മാർസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? മാർസിൽ പർച്ചേസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാർസിൽ എല്ലാ സാധനം കിട്ടും എളുപ്പത്തിൽ. ഐറ്റംസൊക്കെ നിറയെ കിട്ടും. അടുത്താണ്. അപ്പം ഇന്ന് ചാറ്റ് ആൻഡ് വിനിൽ ഒരു ഗെയിം, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ചൈനയാണല്ലോ ഏറ്റവും കൂടുതൽ ജനസംഖ്യ അല്ലേ? അതെ. ചൈന
ഇന്ത്യനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലം ഏതാണ്? ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ. ആൻസർ അറിയില്ല അല്ലേ? കുഴപ്പമില്ല. എന്തായാലും പങ്കെടുത്തതിൽ ഒരുപാട് താങ്ക്സ്. Mars Hypermarket Barka, Oman. ഹലോ, പേരെന്താണ്? എൻ്റെ പേര് ധർമ്മജൻ. എവിടെ വർക്ക് ചെയ്യണോ? ഇവിടെ വാദിക്കവീരിൽ. ഫാമിലിയൊക്കെ ഇവിടെ തന്നെയുണ്ടോ? ഇല്ല, നാട്ടിലെവിടെയാ സ്ഥലം? നീണ്ടകര. ഇവിടെ മസ്കറ്റ് എത്ര വർഷമായി? 25 വർഷമായി. 25 വർഷം മുമ്പുള്ള മസ്കറ്റിനെ കുറിച്ച് എന്താണ് പറയാൻ? 25 വർഷം മുമ്പ് മസ്കറ്റ് ഇതുപോലെ ഒന്നുമല്ല. നമ്മുടെ നാട്ടിലെ ഈ വലിയ പുരോഗമനം ഒന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു. ഇതുപോലെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല. ഇതൊക്കെ ഇപ്പം ഈ അടുത്ത കാലത്തുണ്ടായത്. അന്നപ്പം എയർപോർട്ടൊക്കെ ഇവിടെ തന്നെയായിരുന്നു? അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ വരുന്ന ടൈമിൽ വരുന്നതിന് മുമ്പ് എയർപോർട്ട് ഈ സൈഡിലായിരുന്നു, ഈ വാദിക്കവീരിൽ. ഞാൻ ഇറങ്ങുന്നത് ഇവിടെ തന്നെയായിരുന്നു. അപ്പം എല്ലാ വർഷമാണോ നാട്ടിൽ പോകുന്നത് അതോ എങ്ങനെയാണ്? അല്ല, 2 വർഷം കൂടുമ്പോൾ. മാർച്ചിലാണോ പർച്ചേസ് ചെയ്യാനൊക്കെ വരുന്നത്? മാസം ആദ്യം തൊട്ടേ മാർച്ചിൽ തന്നെ. മാർസിന്റെ വളർച്ചയും അതുപോലെ മാർസിന്റെ ഓരോ ഷോറൂമുകൾ വരുന്നതൊക്കെ 25 വർഷമായിട്ടൊക്കെ അറിയുന്നുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പം ഇന്ന് ചാറ്റ് ആൻഡ് വിന്നിൽ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ചൈനയും ഇന്ത്യയും ഒക്കെ ആണല്ലോ. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെയാണ്? ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. അറിയില്ല, സാരില്ല. നമ്മുടെ എപ്പിസോഡ് എന്തായാലും കാണണം അടുത്ത ആഴ്ച. ഞാൻ ആൻസർ പറയുന്നുണ്ട്. പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഒരുപാട് Mars Hypermarket Barka, Oman. പേരെന്താണ്? എൻ്റെ പേര് വർഗീസ്. സ്മിത. മോളുടെ പേരെന്താ? ഇങ്ങോട്ട്. ഏഞ്ചലീന. മോൻ്റെ പേരെന്താ? ആഷ്ലിൻ. പാട്ടൊക്കെ പാടുവോ? ഏത് സ്കൂളിലാണ്, ഏത് ക്ലാസ്സിലാണ്? 2nd സ്റ്റാൻഡേർഡ്. അൽവാടി അൽ കബീർ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ സൗത്ത് ഭവൻ ഓട്ടോമോട്ടീവ്. വർക്ക് ചെയ്യുന്ന ഹൗസ് വൈഫാണ്? നാട്ടിലെവിടെ സ്ഥലം? നാട്ടിൽ എറണാകുളം, തൃപ്പൂണിത്തുറ. ഓക്കെ. അപ്പം എന്താണ് മാർസ് ഹൈപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്? പർച്ചേസ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അല്ലെങ്കിൽ മാർസിലേക്ക് വീണ്ടും വരാൻ തോന്നിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മിക്കവാറും വെജിറ്റബിൾസിനുള്ള വിലക്കുറവ്. പിന്നെ തിരക്ക് കമ്പാരിറ്റീവ്ലി ഞങ്ങൾ വരുന്ന സമയത്തെല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അറ്റ്മോസ്ഫിയറാണ്. അടുത്താണ്, വളരെ അടുത്താണ്. ഞങ്ങളിവിടെ വടിയൂർ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സൗകര്യമാണത്. അപ്പം ഇന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്, ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ചൈനയിലും അതുപോലെ ഇന്ത്യയിലൊക്കെയാണല്ലോ. ഈ 2 രാജ്യങ്ങളും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ എവിടെയാണ്? ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. സാരല്ല. അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഒരുപാട് താങ്ക്സ്. Mars Hypermarket Barka, Oman. ഈ എപ്പിസോഡ് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. മാർസിൻ്റെ പുതിയ ഓഫേഴ്സ് എന്തൊക്കെയാണ് എല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? അപ്പം ഇനി വീണ്ടും മാർസ് ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ എൻ്റെ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒന്ന്, നമുക്ക് വലത് കൈ കൊണ്ട് തൊടാം, എന്നാൽ ഇടത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. എന്താണ്? ഒരു ഫാമിലി കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു, ഇടത് കൈ എന്ന് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത് ഇന്ത്യയിലും ചൈനയിലും ഒക്കെ അതുപോലെ ഒരുപാട് ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ കൂടാതെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ എവിടെയാണ്? ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആയിരുന്നു. സെമിത്തേരി എന്നാണ് ആൻസർ. അപ്പം വീണ്ടും അടുത്ത ആഴ്ച പുതിയ ഗെയിമോ അല്ലെങ്കിൽ പുതിയൊരു ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ വിട പറയുന്നു. ഭവ്യ സുരേഷ്. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം JK Films and Music, നിയർ അൽമഹ പെട്രോൾ സ്റ്റേഷൻ, വാദിക്കബീർ. ടെലിഫോൺ 24812000. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത ആഴ്ച പുതിയൊരു അധ്യായമായി വീണ്ടും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.